കടലയൊക്കെ രാത്രി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴുകി വാരി വേഗം വെക്കാം. നമുക്കൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിടാം. സവാള അരിഞ്ഞിട്ടിന് 2 പച്ചമുളക് കൂടി കീറിയിടാം. 2-3 അല്ലി വെളുത്തുള്ളി ഇടാം. കടല ഗ്യാസ് കയറാതെ 3 അല്ലി വെളുത്തുള്ളി കൂടി ഇടുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കടല നേരത്തെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കുക്കറിൽ ഒരു 5-6 വിസിലടിക്കുന്ന വരെ വേവിച്ചെടുക്കാം. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ പെരുംജീരകപ്പൊടി. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് മാറ്റി വയ്ക്കും. നമുക്കൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരുംജീരകം പൊട്ടിക്കും. ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വിസിലടിച്ച് റെഡിയായിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരട്ടെ. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പച്ച മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ വേവിച്ച കടല ഇടുന്നത്. കുക്കറിലുള്ള ആവിയൊക്കെ പോയിട്ട് കടല തുറന്ന് നോക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി കടല ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇല്ലായിരുന്നു. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഒരല്പം തേങ്ങ കൂടി അരച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കടലക്കറിക്ക്.
ഒരുപാടൊന്നും വേണ്ട, കുറച്ച് തേങ്ങ മതി. തേങ്ങ മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അതും കൂടി അതിനകത്ത് ഒഴിച്ച് കടലക്കറി റെഡിയാക്കിയിട്ടുണ്ട്. റാഗിപ്പുട്ടാണ് ഇനി കടലക്കറിയുടെ കൂടെ കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഹെൽത്തി റാഗിപ്പുട്ടാണ്. അതിൻ്റെ കൂടെ കടലക്കറിയും കൂട്ടി നല്ല ടേസ്റ്റായിട്ട് രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും കടലക്കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.